ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. കെമിസ്ട്രി ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ജനുവരി 21 നടക്കാനിരിക്കുന്ന JLA എക്സാമിന്റെ സിലബസിൽ പറഞ്ഞിട്ടുള്ള മൊഡ്യൂൾ 4 മൈക്രോബയോളജിയിലെ മോഡൽ ക്വസ്റ്റ്യൻസും അതിന്റെ അനുബന്ധ വിവരങ്ങളുമായാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും തുടർന്നുള്ള വീഡിയോകളും നമ്മൾ ചെയ്യുന്നത്. പഠിക്കാനുള്ള ടോപ്പിക് ഓരോ വീഡിയോയിലും മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് റിവൈസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുത്താവുന്നതാണ്. JLAയുടെ ഡീറ്റെയിൽഡ് ക്ലാസ് ആഗ്രഹിക്കുന്നവർക്ക് കെമിസ്ട്രി ടിപ്സ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഡിഗ്രി പ്രിലിമിനറി ഫസ്റ്റ് സ്റ്റേജ് ആൻഡ് സെക്കൻഡ് സ്റ്റേജ് അറ്റൻഡ് ചെയ്ത് ഇരിക്കുന്നവരായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി അതായത് ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും കഴിഞ്ഞവര് ഇനി നന്നായിട്ട് നമ്മുടെ ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ഒന്നുകൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. തേർഡ് സ്റ്റേജ് ഉള്ളവർ വിഷമിക്കേണ്ട, അവർക്ക് ടൈം ഉണ്ട്. വീഡിയോസ് ഒക്കെ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്, അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ്സസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അതായത് നമ്മുടെ ഈ ഡിഗ്രി പ്രിലിമിനറി എക്സാം ഇതിനിടക്ക് വന്നതുകൊണ്ട് തന്നെ പലർക്കും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് പ്രിപ്പയർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. സോ അവർക്ക് ഹെൽപ്പ് ആവുന്ന രീതിയിൽ എന്താണ് നമ്മുടെ ഇനി വരുന്ന വീഡിയോസിന്റെ കൂടെയൊക്കെ നമ്മുടെ പ്രീവിയസ് വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ എല്ലാവരും കൺഫർമേഷൻ ഒക്കെ കൊടുത്തല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ജനുവരി 21 എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക, നന്നായിട്ട് പഠിക്കാം. ഇവിടെ നമ്മുടെ മൈക്രോബയോളജിയിലെ നെക്സ്റ്റ് ടോപ്പിക് ഏതാണ്? സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ്. സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ്, അതായത് മെയിൻലി 2 ടൈപ്സ് ആണ്. ഫിസിക്കൽ മെത്തേഡ്സും കെമിക്കൽ മെത്തേഡ്സ് ആണ് വരുന്നത്. അതിനു മുൻപായിട്ട് നമുക്ക് കുറച്ച് ടേംസ് പരിചയപ്പെടാം. സോ വാട്ട് ഈസ് സ്റ്റെറിലൈസേഷൻ? സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് എന്തെങ്കിലും ഒരു ആർട്ടിക്കിളിലോ ഒരു സർഫേസിലോ എന്തിലെങ്കിലും ഉള്ള ഓർഗാനിസംസിനെ നമ്മൾ എന്ത് ചെയ്യാം? ഫിസിക്കൽ മെത്തേഡ്സോ കെമിക്കൽ മെത്തേഡ്സോ യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒഴിവാക്കുക. അതായത് ഒന്നുകിൽ കില്ല് ചെയ്യുക അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആക്കുക, ഇതൊക്കെയാണ്. ദാറ്റ് മീൻസ് സ്റ്റെറിലൈസേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് by which an article, surface or medium is freed of all living microorganisms either in the vegetative or spore state. അതായത് ഒരു ഓർഗാനിസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ലിവിങ് കണ്ടീഷനിലുള്ള ഓർഗാനിസംസിനെ എന്ത് ചെയ്യാം? ഈ പറയുന്ന അതായത് മെറ്റീരിയൽസിൽ നിന്ന് മീഡിയം അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് സർഫേസുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക? ഫ്രീ ആക്കുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് അതിന്റെ വെജിറ്റേറ്റീവ് ഫോംസിനെ നിന്ന് ഫ്രീ ആക്കാം. സ്പോർ സ്റ്റേറ്റിനെ, അതായത് നമ്മുടെ ബാക്ടീരിയാസിന്റെ ഹൈലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബാക്ടീരിയാസ് മാത്രമല്ല മൈക്രോ ഓർഗാനിസംസിന്റെ തന്നെ ഹൈലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് സ്പോർ ഫോം ചെയ്തു വരുന്ന ആ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പോർ ഫോമേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്റ്റേറ്റ്. അപ്പൊ ഈ കണ്ടീഷനിലെല്ലാം ഓർഗാനിസത്തിനെ തന്നെ അവിടെ നിന്ന് ഒഴിവാക്കി മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ കില്ല് ചെയ്ത് ഒഴിവാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് എന്ന് പറയുന്നത്? സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. When sterilization is achieved by a chemical agent, അതായത് ഒരു കെമിക്കൽ ഏജന്റ് വെച്ചാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ നടത്തുന്നതെങ്കിൽ ആ കെമിക്കലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റെറിലന്റ് എന്ന് പറയുന്നത്. സ്റ്റെറിലൈസേഷൻ can be achieved by physical and chemical means. Second one is about disinfection. It is the process of elimination of most pathogenic microorganisms on inanimate objects. ഒരു ഇനാനിമേറ്റ് ഒബ്ജക്ട്സിൽ നിന്ന് പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസംസിനെ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഈ ഡിസ്ഇൻഫെക്ഷനും ദാറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ഫിസിക്കൽ ഓർ കെമിക്കൽ മെത്തേഡ്സ്. ഫിസിക്കൽ മെത്തേഡ്സ് കെമിക്കൽ മെത്തേഡ്സ് വെച്ചൊക്കെ നമുക്ക് ഏതും ചെയ്യാൻ കഴിയും? ഡിസ്ഇൻഫെക്ഷനും ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ടേം ഈസ് ആന്റിസെപ്സിസ്. Antisepsis is the prevention of infection or sepsis and is accomplished with antiseptics. അതായത് ആന്റിസെപ്റ്റിക്സ് വെച്ച് നമ്മൾ ഇൻഫെക്ഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ആന്റിസെപ്സിസ് എന്ന് പറയുന്നത്. ദീസ് സെപ്റ്റിക്സ് അല്ലെങ്കിൽ ആന്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ ഏജൻസ് ആണ് ആന്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെ ചെയ്യുന്നത്? ഈ പ്രോസസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ the chemical agents which are applied to tissue to prevent infection by killing or inhibiting pathogen growth. They also reduce the total microbial population. അപ്പൊ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരുന്നതിനെ
തടയുന്ന പ്രോസസ്സാണ് ആന്റിസെപ്സിസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആന്റിസെപ്റ്റിക്സ് ആണ്. ഈ ആന്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത് കെമിക്കൽ ഏജൻസ് ആണ്. അപ്പോൾ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടിഷ്യൂല് നമ്മൾ ഈ കെമിക്കൽ ഏജൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഓർഗാനിസംസിന്റെ പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസംസിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത്തരം ഓർഗാനിസംസിനെ കില്ല് ചെയ്യും. അതായത് അവിടെയുള്ള ടോട്ടൽ മൈക്രോബിയൽ പോപ്പുലേഷൻ എങ്ങനെയൊക്കെയോ വരുന്നത്, അതായത് പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസംസിന്റെ ഇനാക്റ്റീവ് ആക്കുക, അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യും, കില്ല് ചെയ്യും. അതുപോലെ തന്നെ അല്ലാണ്ട് തന്നെ എന്തെങ്കിലും ഓർഗാനിസംസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെയൊക്കെ ഗ്രോത്തിനെ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. മൊത്തത്തിൽ അവിടെ ഒരു മൈക്രോ ഓർഗാനിസംസിന്റെ ആ ഒരു പ്രസൻസിനെ റെഡ്യൂസ് ചെയ്യും. ആര്? ആന്റിസെപ്റ്റിക്സ്. ബിക്കോസ് ദേ മസ്റ്റ് നോട്ട് ഡിസ്ട്രോയ് ടു മച്ച് ഹോസ്റ്റ് ടിഷ്യൂ. പക്ഷെ അത് ഹോസ്റ്റ് ടിഷ്യൂവിന് കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ടാക്കുന്നത്, അതായത് ഹോസ്റ്റ് ടിഷ്യൂവിന് ഡിസ്ട്രോയ് ചെയ്യുന്നൊന്നുമില്ല. ആന്റിസെപ്റ്റിക്സ് ആർ ജനറലി നോട്ട് ആസ് ടോക്സിക് ആസ് ഡിസ്ഇൻഫെക്റ്റൻസ്. ഓക്കെ, ദെൻ കീമോതെറാപ്പി. കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ കെമിക്കൽസ് യൂസ്ഡ് ഇന്റേർണലി ടു കിൽ or inhibit growth of microorganisms within host tissue. ഹോസ്റ്റ് ടിഷ്യൂവിനകത്ത് വരുന്ന ഓർഗാനിസംസിന്റെ ഗ്രോത്തിനെ കില്ല് ചെയ്യുക അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റേർണലി നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് ഇന്റേർണലി നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. ദെൻ ജേർമിസൈഡ്. ജേർമിസൈഡ് എന്ന് പറയുമ്പോൾ ജേംസിനെ കില്ല് ചെയ്യാൻ, അതായത് മൈക്രോബ്സിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കെമിക്കൽ ഏജൻസ് യൂസ് ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ജേർമിസൈഡ് അല്ലെങ്കിൽ മൈക്രോബിസൈഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് any chemical agent that kill pathogenic microorganisms. A disinfectant or antiseptic can be particularly effective against a specific group, in which case it may be called bactericide, fungicide, algicide or viricide. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കെമിക്കൽ ഏജന്റ് യൂസ് ചെയ്തിട്ട് പാത്തോജനിക് ഓർഗാനിസംസിനെ കില്ല് ചെയ്യാനോ അതിന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പിനെയാണ്, ആ കെമിക്കൽ ഏജൻസിനാണ് എന്തെന്ന് പറയുന്നത്? ജേർമിസൈഡ് അല്ലെങ്കിൽ മൈക്രോബിസൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഡിസിൻഫെക്റ്റന്റോ ഒരു ആന്റിസെപ്റ്റിക്കോ, അതായത് ഏതെങ്കിലും ഒരു കെമിക്കൽ ഏജന്റ് ഒരു സ്പെസിഫിക് ഗ്രൂപ്പ്, അതായത് ബാക്ടീരിയക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ബാക്ടറിസൈഡ് എന്നും, ഫംഗസിന് എഗെയിൻസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഫംജിസൈഡ് എന്നും, ആൽഗയ്ക്ക് എഗെയിൻസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ആൽജിസൈഡ് എന്നും, വൈറസിന് എഗെയിൻസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ കെമിക്കൽ ഏജൻസിനെ അല്ലെങ്കിൽ ആ ആന്റിസെപ്റ്റിക്കിനെ വൈറസൈഡ് എന്നും പറയുന്നു. ദ അനദർ ടേം ഈസ് സാനിറ്റൈസേഷൻ. Sanitization is closely related to disinfection. In this process, the microbial population is reduced to levels that are considered safe by public health standards. Microbial population ആ ഒരു ടോട്ടൽ പോപ്പുലേഷനിൽ റിഡക്ഷൻ കൊണ്ടുവരുന്ന പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത്? സാനിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അതൊരു ഡിസ്ഇൻഫെക്ഷൻ പ്രോസസ്സ് തന്നെയാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഏരിയയിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് എന്ന് പറയുന്നത്. ഇത് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ദെൻ ഫസ്റ്റ്ലി പറഞ്ഞു, സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് മെയിൻലി ചെയ്യുന്നത് ഫിസിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടും സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നുണ്ട്, കെമിക്കൽ മെത്തേഡ്സും യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സോ ഹിയർ ദ വാരിയസ് ഏജൻസ് യൂസ്ഡ് ഇൻ സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സിന് ഡിഫറെന്റ് ഏജൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു ടു, വിച്ച് ആർ ഫിസിക്കൽ ഏജൻസ് ആൻഡ് കെമിക്കൽ ഏജൻസ്. ഫിസിക്കൽ ഏജൻസും കെമിക്കൽ ഏജൻസും ആണ് ആ രണ്ട് സ്റ്റെറിലൈസേഷൻ ഏജൻസ് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ദ ഫിസിക്കൽ ഏജൻസ് ഇൻക്ലൂഡ് സൺലൈറ്റ്, ഡ്രൈയിങ്, ഹീറ്റ്, ഫിൽട്രേഷൻ, റേഡിയേഷൻ, ultrasonic and sonic vibration. And the chemical agents include alcohol, aldehydes, dyes, halogens, phenols, surface active agents, metallic salts and gases. In physical agents, the heat is classified into two, which are dry heat and moist heat. അതായത് ഫിസിക്കൽ ഏജൻസിൽ വരുന്ന ഒരു മെത്തേഡാണ് എന്ത്? ഹീറ്റ് നൽകിയിട്ട് സ്റ്റെറിലൈസ് ചെയ്യാന്ന് പറയുന്നത്. അതിൽ വരുന്ന രണ്ട് ടൈപ്പാണ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷനും മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനും. ഈ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ വരുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഫ്ലെയിമിംഗ്, ഇൻസിനറേഷൻ ആൻഡ് ഹോട്ട് എയർ. And the moist heat sterilization includes pasteurization, boiling,
steam under normal pressure and steam under pressure. അപ്പോൾ നമ്മുടെ സിലബസിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് ഈ ഹീറ്റിൽ വരുന്ന രണ്ട് മെത്തേഡ്സ് ആണ്. അതായത് ഒന്ന് ഓട്ടോക്ലേവ്, അതായത് സ്റ്റീം അണ്ടർ പ്രഷറും, മറ്റൊന്ന് ഡ്രൈ ഹീറ്റ് മെത്തേഡിൽ വരുന്ന ഹോട്ട് എയർ ഓവന്റെ പ്രോസസ്സുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ഓരോന്നും നമ്മൾ ക്വസ്റ്റ്യൻസ് വരുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. Our first question is, match the following types of antimicrobials with their actions. അതായത് ആന്റിമൈക്രോബിയൽസും അതിന്റെ ആക്ഷനും രണ്ടായി തന്നിട്ടുണ്ട്, അതിനെ മാച്ച് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ബാക്ടീരിയോസ്റ്റാറ്റിക്, സെക്കൻഡ് വൺ ജെർമിസിഡൽ, തേർഡ് വൺ വൈറസിഡൽ, ഫോർത്ത് വൺ സ്പോറിസിഡൽ, ഫിഫ്ത്ത് വൺ ഫംഗിസിഡൽ and sixth one bactericidal. And the actions include: A. Kills microbes, B. Inactivates viruses, C. Kills bacteria, D. Stops bacterial growth, E. Kills bacterial endospores and fungal spores, and F. Kills yeast and molds. The answer is A, that is bacteriostatic, that stops bacterial growth. 1D. Second one, germicidal, kills microbes. Third one, virucidal, inactivate viruses. Fourth one, sporicidal, which kills bacterial endospores and fungal spores. Fifth one, fungicidal, which kills yeast and molds. And sixth one, bactericidal, that kills bacteria. The second question is, the minimum time used for sterilization by autoclaving is. Autoclaving method la എത്ര ടൈമാണ് സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യുന്നത്? The answer is B, 15 minutes. So എന്താണ് ഓട്ടോക്ലേവ്? ഹീറ്റ് സ്റ്റെറിലൈസേഷനിലെ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനിലാണ് ഏത് വരുന്നത്? ഓട്ടോക്ലേവ് വരുന്നത്. ആ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് പറയുന്നുണ്ട്. ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ് വരുന്നുണ്ട്, ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് വരുന്നുണ്ട്, സ്റ്റീം അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ വരുന്നുണ്ട്, അതുപോലെ സ്റ്റീം അണ്ടർ പ്രഷർ വരുന്നുണ്ട്. അപ്പോൾ ഈ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനിലെ സ്റ്റീം അണ്ടർ പ്രഷറിലാണ് ഏത് പ്രോസസ്സ് ഉൾപ്പെടുന്നത്? ഓട്ടോക്ലേവിംഗ് പ്രോസസ്സ് ഉൾപ്പെടുന്നത്. This steam under pressure is also known as sterilization at a temperature greater than 100 degree Celsius. And here the sterilization can be effectively achieved at a temperature above 100 degree Celsius using an autoclave. അപ്പോൾ ഒരു ഓട്ടോക്ലേവിൽ എപ്പോഴും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും. ഈ ഓട്ടോക്ലേവ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? And this type of sterilization, autoclaving sterilization, is used for the sterilization of culture media and operation theatre as well as laboratory materials. അതായത് നമ്മുടെ കൾച്ചർ മീഡിയ, നമുക്ക് ഓർഗാനിസംസ് കൾച്ചർ ചെയ്യേണ്ട മീഡിയാസ്, അതുപോലെ ഓപ്പറേഷൻ തിയേറ്റർ, ലാബിൽ യൂസ് ചെയ്യുന്ന ലബോറട്ടറി മെറ്റീരിയൽസ്, ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനാണ് ഓട്ടോക്ലേവ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. In this process that kills all the vegetative as well as spore forms of bacteria. അതായത് വെജിറ്റേറ്റീവ് സെൽസിനെയും അതുപോലെ തന്നെ സ്പോർ ഫോംസിനെയും ഒരുപോലെ കില്ല് ചെയ്യും ഓട്ടോക്ലേവിംഗ് പ്രോസസ്സിൽ. ഇവിടെ വേണ്ട ടെമ്പറേച്ചർ, ടൈം, പ്രഷർ എന്നൊക്കെ പറയുന്നത് ഒരു ഓട്ടോക്ലേവിന്റെ ടെമ്പറേച്ചർ, ഓട്ടോക്ലേവ് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ടെമ്പറേച്ചർ ഈസ് 121 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ദ ടൈം ഈസ് 15 minutes. ഹിയർ ഓട്ടോക്ലേവിനകത്ത് ഇവിടെ പ്രഷർ വരുന്നത് എപ്പോഴും 15 LBS ആണ്. അതുപോലെ ഒരു ഓട്ടോക്ലേവിന്റെ എഫിക്കസി അല്ലെങ്കിൽ അതിന്റെ കപ്പാസിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബയോളജിക്കൽ മെത്തേഡും ഉണ്ട്, കെമിക്കൽ മെത്തേഡ്സ് ഉണ്ട്. അതായത് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സും കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. സോ ഹിയർ ഓട്ടോക്ലേവിന്റെ കേസിൽ യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ കൺട്രോൾ എന്ന് പറയുന്നത് ബാസിലസ് സ്റ്റീറോതെർമോഫിലസ് എന്ന് പറയുന്ന ഓർഗാനിസം ആണ്. ആ ഓർഗാനിസത്തിന്റെ പേപ്പർ സ്ട്രിപ്പ് ആണ്, അല്ലെങ്കിൽ ആ ഓർഗാനിസം അടങ്ങിയിട്ടുള്ള ഒരു പേപ്പർ സ്ട്രിപ്പ് യൂസ് ചെയ്തിട്ടാണ് ഓട്ടോക്ലേവിന്റെ കപ്പാസിറ്റി ബയോളജിക്കലി ചെക്ക് ചെയ്യുന്നത്. എന്നാൽ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആയി യൂസ് ചെയ്യുന്നത് ഓട്ടോക്ലേവ് ടേപ്സ് ആൻഡ് തെർമോ കപ്പിൾസ് ആണ്. ഓക്കെ. The first step towards achieving your dreams is having the right coach. Get the best education with Chemistry Tips Education and make your chemistry based exam dreams come true.
Download the app now. The third question is method of sterilization used for culture media. Culture media sterilize ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഓപ്ഷൻ എ ഓട്ടോക്ലേവ്, ബി ഹോട്ട് എയർ ഓവൻ, സി ഫിൽട്രേഷൻ ആൻഡ് ഡി പാസ്ചറൈസേഷൻ. The answer is autoclave. Fourth question. The method of killing all microorganisms including their spore is known as. Option A sterilization, B disinfection, C lysis and D incineration. The answer is option A sterilization. നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്താണെന്നും ഡിസ്ഇൻഫെക്ഷൻ എന്താണെന്നും പറഞ്ഞിരുന്നു. ഇൻസിനറേഷൻ എന്താണെന്ന് കൂടി നോക്കാം. ഇൻസിനറേഷൻ ഉൾപ്പെടുന്നത് ഡ്രൈ ഹീറ്റ് മെത്തേഡിലാണ്. ഇറ്റ് ഈസ് ആൻ എക്സലന്റ് മെത്തേഡ് ഫോർ സേഫ്ലി ഡിസ്ട്രോയിങ് ഇൻഫെക്റ്റീവ് മെറ്റീരിയൽസ് ബൈ ബേണിംഗ് ദം ടു ആഷസ്. അതായത് ഇൻസിനറേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒരു മെത്തേഡ്, ഒരു ബേണിംഗ് മെത്തേഡാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്നത് ഇൻസിനറേറ്റേഴ്സ് ആണ്. Incinerators are used to carry out this process and are regularly employed in hospitals and research labs to destroy hospital and laboratory waste. ഇതൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെയിൻലി ഹോസ്പിറ്റൽസിലും റിസർച്ച് ലാബിലൊക്കെയാണ് ഇൻസിനറേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. അതിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നതാണ് എന്ത്, ഇൻസിനറേറ്റേഴ്സ് എന്ന് പറയുന്നത്. The method is used for complete destruction and ഡിസ്പോസൽ ഓഫ് ഇൻഫെക്ഷ്യസ് മെറ്റീരിയൽസ്. ഏതൊക്കെ ടൈപ്പ് ഇൻഫെക്ഷൻ, എങ്ങനെയൊക്കെ ഇൻഫെക്ഷൻസ് വരാം, ഏതെല്ലാം മെറ്റീരിയൽസിലൂടെ, സച്ച് ആസ് syringes, needles, culture material, dressings, bandages, bedding, animal carcasses and pathology samples. This is about incineration. Then the fifth question is temperature range used for autoclaving is. Option A 160 degrees Celsius for 1 hour, B 121 degrees Celsius for 15 minutes, C 121 degrees Celsius for 30 minutes and D 100 degrees Celsius for 15 minutes. Here the answer is B 121 degrees Celsius for 15 minutes. The sixth question is glass wires are sterilized by. Option A hot air oven, B autoclave, C incinerator and D boiling. ഗ്ലാസ് വയേഴ്സ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണ്? ദ ആൻസർ ഈസ് ഹോട്ട് എയർ ഓവൻ. ഹോട്ട് എയർ ഓവൻ ഏത് ടൈപ്പ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ്? ഇറ്റ് ഈസ് എ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. ഹോട്ട് എയർ ഓവന്റെ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 hour. It is used in laboratories and clinics for heat-resistant items that are not sterilized well by moist heat. Heat-resistant ആയിട്ടുള്ള ഐറ്റംസ് സ്റ്റെറിലൈസ് ചെയ്യാനാണ് ഹോട്ട് എയർ ഓവൻ യൂസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാന്ന് നോക്കാം. അതായത് ഹോട്ട് എയർ ഓവൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഏതെല്ലാം മെറ്റീരിയൽസ് സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ? ഗ്ലാസ് വയേഴ്സ്. ഗ്ലാസ് വയേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സിറിഞ്ചസ്, പെട്രി ഡിഷസ്, ഫ്ലാസ്ക്സ്, അതായത് കോണിക്കൽ ഫ്ലാസ്ക്സ്, പിപ്പറ്റ്, ടെസ്റ്റ് ട്യൂബ്സ്, ഇതൊക്കെയാണ് വരുന്നത്. ദെൻ ഫോർ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് സച്ച് ആസ് സ്കാൽപ്പൽസ്, സിസേഴ്സ്, ഫോർസെപ്സ് എക്സെട്ര. കെമിക്കൽസ് സ്റ്റെറിലൈസ് ചെയ്യുന്നതിനും ഏത് ഉപയോഗിക്കുന്നുണ്ട്? ഹോട്ട് എയർ ഓവൻ യൂസ് ചെയ്യുന്നുണ്ട്. മീഡിയ സ്റ്റെറിലൈസ് ചെയ്യാനാണെങ്കിൽ ഓട്ടോക്ലേവ് ആണ്. Chemical sterilizers. Chemicals means liquid paraffin, sulfonamide powders. ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ ഏത് യൂസ് ചെയ്യുന്നത്? ഹോട്ട് എയർ ഓവൻ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓയിൽസ്, കെമിക്കൽസ്, ഓയിൽസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാനും, അതുപോലെ ഗ്ലാസ് വയേഴ്സ്, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഇതിന്റെയൊക്കെ സ്റ്റെറിലൈസേഷന് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഹോട്ട് എയർ ഓവൻ, അതായത് ഡ്രൈ ഹീറ്റ് മെത്തേഡ് ആണ്. അതായത് അതിന്റെ ബേസിക്, ഹോട്ട് എയർ ഓവൻ എന്ന് പറയുമ്പോൾ അതിന്റെ ബേസിക് എന്താണ്? ഡ്രൈ ഹീറ്റ്. ഓട്ടോക്ലേവ് എന്ന് പറയുമ്പോൾ അതിന്റെ ബേസിക്സ് എന്താണ്? മോയിസ്റ്റ് ഹീറ്റ്. ഓക്കെ, ഓട്ടോക്ലേവ് പോലെ തന്നെ ഹോട്ട് എയർ ഓവനുണ്ട് എന്ത്, അതിന്റെ എഫിക്കസി, അതായത് അതിന്റെ കപ്പാസിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൺട്രോൾസ്. ഇവിടെ യൂസ് ചെയ്യുന്ന ബാക്ടീരിയൽ കൺട്രോൾ എന്ന് പറയുന്നത് ബാസിലസ് സബ്റ്റിലിസ് ആണ്. അല്ലെങ്കിൽ ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത് ഏതാണ്? ബാസിലസ് സബ്റ്റിലിസ് ആണ് യൂസ് ചെയ്യുന്നത്. അത് കൂടാതെ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സും തെർമോകപ്പിൾസും എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? ഹോട്ട് എയർ ഓവനിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിന്? ഫോർ ദ സ്റ്റെറിലൈസേഷൻ കൺട്രോൾസ് ടു ഡിറ്റർമൈൻ ദ എഫിക്കസി ഓഫ് സ്റ്റെറിലൈസേഷൻ ബൈ ഹോട്ട് എയർ ഓവൻ.
The seventh question is, which of the following disinfectants act by disrupting microbial membrane? Option A, cationic detergents, B, halogens, C, heavy metals, and D, aldehydes. അതായത് ഇതുവരെ നമ്മൾ പറഞ്ഞത് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞത് ഫിസിക്കൽ ഏജൻസ് ആയിരുന്നു. ഈ ക്വസ്റ്റ്യൻ ഏത് ഭാഗത്ത് നിന്നാണ് വരുന്നത്? കെമിക്കൽ ഏജൻസ് എന്നാണ് വരുന്നത്. അതായത് കെമിക്കൽ ഏജൻസ് അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്റ്റൻസ് ആണ് പറയുന്നത്. അപ്പോ മൈക്രോബിയൽ മെംബ്രെയിൻ ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസ്ഇൻഫെക്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണെന്നാണ്. ദ ആൻസർ ഈസ് കാറ്റയോണിക് ഡിറ്റർജൻസ്. എന്താണ് കാറ്റയോണിക് ഡിറ്റർജൻസ്? കാറ്റയോണിക് ഡിറ്റർജൻസിന് എക്സാമ്പിൾ ആണ് ബെൻസാൽകോണിയം ക്ലോറൈഡ് ആൻഡ് സീറ്റൈൽ പൈറിഡീനിയം ക്ലോറൈഡ്. ദിസ് കാറ്റയോണിക് ഡിറ്റർജൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ബെൻസാൽകോണിയം ക്ലോറൈഡും സീറ്റൈൽ പൈറിനിഡിനിയം ക്ലോറൈഡും ദാറ്റ് കിൽസ് മോസ്റ്റ് ബാക്ടീരിയ. പക്ഷേ മൈക്കോബാക്ടീരിയം, ട്യൂബർക്ലോസിസ്, എൻഡോസ്പോർസ്, വൈറസസ് ഇതിനൊന്നും ഇത് എഫക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഈ കാറ്റയോണിക് ഡിറ്റർജൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്വാറ്റർണറി അമോണിയം കോമ്പൗണ്ട് ആണ്. മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള കാറ്റയോണിക് ഡിറ്റർജൻസ് എന്ന് പറയുന്നത് സെട്രിമൈഡ് ആണ്. സെട്രിമൈഡ് ആർ ദ മോസ്റ്റ് പോപ്പുലർ കാറ്റയോണിക് ഡിറ്റർജൻസ്. ദേ ആക്ട് ബൈ ഡിസ്ട്രപ്റ്റിംഗ് മൈക്രോബിയൽ മെംബ്രൈൻസ് ആൻഡ് പോസിബ്ലി ബൈ ഡീനാച്ചുറിംഗ് പ്രോട്ടീൻസ്. അതായത് മൈക്രോബിയൽ മെംബ്രൈൻസിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ കാറ്റയോണിക് ഡിറ്റർജൻസിന്റെ ആക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ കൂടെ തന്നെ ചില കണ്ടീഷൻസ് പോസിബിളി എന്താണ് പ്രോട്ടീൻസിനെ ഡീനാച്ചുർ ചെയ്യുന്നുണ്ട്. ക്ലിയർ? And the eighth question is, which of the following is best to sterilize heat labile solutions? ഹീറ്റ് ലബൈൽ സൊല്യൂഷൻസ് സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് തന്നിട്ടുള്ളവയിൽ തന്ന ഓപ്ഷനിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്? ഓപ്ഷൻ എ ഡ്രൈ ഹീറ്റ്, ബി ഓട്ടോക്ലേവ്, സി മെംബ്രെയിൻ ഫിൽട്രേഷൻ ആൻഡ് ഡി പാസ്ചറൈസേഷൻ. അപ്പൊ നമ്മൾ നേരത്തെ ഹോട്ട് എയർ ഓവൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഹീറ്റ് റെസിസ്റ്റന്റ് ഐറ്റംസ് ആണ് ഹോട്ട് എയർ ഓവനിൽ, അതായത് ഡ്രൈ ഹീറ്റ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. അതായത് ഡ്രൈ ഹീറ്റ് മെത്തേഡിന്റെ സ്റ്റെറിലൈസേഷന് മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റെറിലൈസേഷനിൽ യൂസ് ചെയ്യുന്ന തിങ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഹീറ്റ് ലബൈൽ സൊല്യൂഷൻസ് സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ദ ആൻസർ ഈസ് ഓപ്ഷൻ സി മെംബ്രെയിൻ ഫിൽട്രേഷൻ. അപ്പൊ നമ്മുടെ ഫിസിക്കൽ ഏജൻസിൽ വരുന്ന ഒരു മെത്തേഡാണ് ഏത്? ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഈ ഫിൽട്രേഷൻ മെത്തേഡിൽ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് എ മെത്തേഡ് യൂസ്ഡ് ടു റിമൂവ് ബാക്ടീരിയ ഫ്രം ഹീറ്റ് ലബൈൽ ലിക്വിഡ്സ് സച്ച് ആസ് സിറം, ആന്റിബയോട്ടിക് സൊല്യൂഷൻസ്, ഷുഗർ സൊല്യൂഷൻസ്, യൂറിയ സൊല്യൂഷൻസ്. ഇങ്ങനെയുള്ള ലിക്വിഡ്സിൽ നിന്നെല്ലാം, അതായത് ഹീറ്റ് ലബൈൽ ആയിട്ടുള്ള ലിക്വിഡ്സിൽ നിന്നെല്ലാം എന്താണ് ബാക്ടീരിയനെ റിമൂവ് ചെയ്യുന്നതിനാണ് ഫിൽട്രേഷൻ പ്രോസസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് അച്ചീവ്ഡ് ബൈ യൂസിങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ്. ഫിൽട്രേഷൻ ചെയ്യാൻ എപ്പോഴും ഫിൽറ്റേഴ്സ് വേണം. അങ്ങനെ യൂസ് ചെയ്യുന്ന ഫിൽറ്റേഴ്സ് ആണ് കാൻഡിൽ ഫിൽറ്റേഴ്സ്, മെംബ്രെയിൻ ഫിൽറ്റേഴ്സ്, ആസ്ബസ്റ്റോസ് ഫിൽറ്റേഴ്സ് ആൻഡ് സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്റേഴ്സ്. Membrane filters are commonly used to remove particles from solutions that can't be autoclaved. അതായത് ഓട്ടോക്ലേവിൽ വെച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഹോട്ട് എയർ ഓവൻ യൂസ് ചെയ്തിട്ട് സ്റ്റെറിലൈസ് ചെയ്യാനോ ഒന്നും പറ്റാത്ത സൊല്യൂഷൻസിൽ നിന്ന് നമ്മൾ പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ ഓർഗാനിസംസിനെ റിമൂവ് ചെയ്യാനാണ് മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. വിച്ച് റിമൂവ് മൈക്രോ ഓർഗാനിസംസ് ബൈ സ്ക്രീനിങ് ദം ഔട്ട് ഇൻ ദ വേ എ sieve separates large sand particles from small ones. ഇത്രയാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ നയൻത് ക്വസ്റ്റ്യൻ ഇസ് ദ ആൽക്കൈലൈറ്റിംഗ് ഏജന്റ് യൂസ്ഡ് ആസ് എ ഡിസ്ഇൻഫെക്റ്റന്റ്. അഗെയിൻ കെമിക്കൽ ഏജൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഡിസ്ഇൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൽക്കൈലൈറ്റിംഗ് ഏജന്റ് ഏതാണ്? ഓപ്ഷൻ എ ഗ്ലൂട്ടറാൽഡിഹൈഡ്, ബി ഫിനോൾ, സി സിൽവർ നൈട്രേറ്റ് ആൻഡ് ഡി ഹൈപ്പർക്ലോറേറ്റ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ എ ഗ്ലൂട്ടറാൽഡിഹൈഡ്. So what is glutaraldehyde, what is phenol, hypochlorite, silver nitrate, ഇതൊക്കെ എന്താന്ന് നോക്കാം. അതായത് നമ്മുടെ കെമിക്കൽ ഏജൻസിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് പറഞ്ഞതിൽ വരുന്നതാണ് ആൽക്കഹോൾസ്, ആൽഡിഹൈഡ്സ്, ഫീനോൾസ്, ഡൈസ്, ഇതൊക്കെ. സോ ഫസ്റ്റ് വൺ ഇസ് അബൌട്ട് നമ്മുടെ ഓപ്ഷനിൽ നിന്ന് ആൽഡിഹൈഡ്സ്. ആൽഡിഹൈഡ്സിന് അതായത് ആൽഡിഹൈഡ്സ് ആയിട്ട് വരുന്ന, അതായത് ഡിസ്ഇൻഫെക്റ്റൻസ് അല്ലെങ്കിൽ കെമിക്കൽ ഏജൻസൈഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൽഡിഹൈഡ്സ് ആണ് ഏതെന്ന് പറയുന്നത് ഫോമാൽഡിഹൈഡ് ആൻഡ് ഗ്ലൂട്ടറാൽഡിഹൈഡ്. ദീസ് ആർ ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് aldehydes used as disinfectants, and they are highly reactive molecules that combine with nucleic and alkylating molecules.
They are sporicidal and can also be used as a chemical sterilizer. അതായത് ഈ ആൽഡിഹൈഡ്സ് എന്താണ്, ഒരു സ്പോറിസിഡലും കൂടി ആണ്. അതായത് കെമിക്കൽ ഏജന്റ് ആയി യൂസ് ചെയ്യുന്നതിന് പുറമെ എന്താണ്, ഇതൊരു സ്പോറിസിഡ്, അതായത് സ്പോർസിനെയും കൂടെ ഇത് റിമൂവ് ചെയ്യും. ദെൻ ഫിനോൾ, വെരി ഇമ്പോർട്ടൻറ്റ്. ഫിനോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. This phenol is effective against vegetative forms of bacteria, Mycobacterium tuberculosis and certain fungi. അതായത് മൈക്കോബാക്ടീരിയം, ട്യൂബർക്ലോസിസ്, ബാക്ടീരിയാസ്, ഫംഗസ്, ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ ഏജന്റ് ആണ് ഏതെന്ന് പറയുന്നത്, ഫിനോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ എക്സലന്റ് ഡിസ്ഇൻഫെക്റ്റന്റ് ഫോർ ഫീസസ്, ബ്ലഡ്, പസ്, സ്പ്യൂട്ടം, എക്സെട്ര. It is not suitable for application to skin or mucous membrane. ഫിനോളിന് എക്സാമ്പിൾ ആണ്. അതായത് നമ്മൾ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഫിനോൾ യൂസ് ചെയ്യുമ്പോൾ ഏതൊക്കെ ടൈപ്പാണ് യൂസ് ചെയ്യുന്നതെന്ന്. അതായത് 5% ഫിനോൾ, ദെൻ ക്രീസോൾ, ലൈസോൾ, ക്ലോറെക്സിഡിൻ ആൻഡ് ഡെറ്റോൾ. ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിനോൾ കാറ്റഗറിയിൽ വരുന്ന കെമിക്കൽ ഏജൻസ് അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ ഹൈപ്പോക്ലോറൈഡ്സ്. ഹൈപ്പോക്ലോറൈഡ്സ് എന്ന് പറയുമ്പോൾ are most extensively used of all chlorine compounds, and these hypochlorites are used for എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്, sanitization and disinfection of food equipments in dairies, restaurants and canneries. അതായത് ഫുഡ് എക്യുപ്മെന്റ്സിൽ, അതായത് അതിലൊക്കെ എന്താണ്, അതിന്റെ സാനിറ്റൈസേഷനും ഡിസിൻഫെക്ഷനും വേണ്ടിയിട്ടൊക്കെയാണ് ഹൈപ്പോക്ലോറൈഡ്സ് എന്ന കെമിക്കൽ ഏജന്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്തിനാണ്, ട്രീറ്റ്മെന്റ് ഓഫ് സ്വിമ്മിംഗ് പൂൾസ്, സ്പാസ്, ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഈവൻ ഫ്രഷ് ഫുഡ്സ്. ദെൻ ട്രീറ്റ്മെന്റ് ഓഫ് വൂൺസ്. പിന്നെന്താ, ഡിസ്ഇൻഫെക്ഷൻ ഓഫ് എക്യുപ്മെന്റ്സ്, ബെഡിങ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ മോസ്റ്റ്ലി ഡിസ്ഇൻഫെക്ഷന് യൂസ് ചെയ്യുന്ന എന്താണ് കെമിക്കൽ ഏജന്റ് ആണ് ഹൈപ്പോക്ലോറൈറ്റ്. ക്ലോറിന്റെ പ്രോസസ്സുകളൊക്കെയാണ് വരുന്നത് ഫുഡ് എക്യുപ്മെന്റ്സിൽ, അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടർ, പൂൾസ്, സ്പാസ്, അതുപോലെ വൂൺസ്, പിന്നെ ബെഡിങ്സ്, ഇൻസ്ട്രുമെന്റ്സ്, അതായത് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ്, ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഡിസ്ഇൻഫെക്ഷന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഹൈപ്പോക്ലോറൈഡ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ അബൌട്ട് ഹെവി മെറ്റൽസ്. ഹെവി മെറ്റൽസ് വരുന്നത്, അതായത് നമ്മുടെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള സിൽവർ നൈട്രേറ്റ് ഉൾപ്പെടുന്നത് ഏതിനകത്താണ്, ഹെവി മെറ്റൽസ് ആണ്. ഹെവി മെറ്റൽസ് ആയിട്ട്, അതായത് ഹെവി മെറ്റൽസ് എന്ന് പറയുന്ന കെമിക്കൽ ഏജൻസ്, ഹെവി മെറ്റൽസിൽ വരുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ ഏജൻസ് ഏതൊക്കെയാണ്, മെർക്കുറി, സിൽവർ, ആഴ്സനിക്, സിങ്ക് ആൻഡ് കോപ്പർ. ഇതൊക്കെയാണ് എവിടെ യൂസ് ചെയ്യുന്നത്, കെമിക്കൽ ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഹെവി മെറ്റൽസ് ആണ്. ഇതൊക്കെ എന്തുകൂടിയാണ്, ജേർമിസൈഡ്സ് കൂടിയാണ്. ജേർമിസൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, മൈക്രോബ്സിനെ കില്ല് ചെയ്യുന്ന, ഓക്കെ, അതിനാണല്ലോ നമ്മൾ ഈ കെമിക്കൽ ഏജൻസ് യൂസ് ചെയ്യുന്നത്. ബട്ട് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഹെവി മെറ്റൽ ഏതാണ്, അല്ലെങ്കിൽ സിൽവർ സോൾട്ട് ഏതാണ്, ഇറ്റ് ഈസ് സിൽവർ നൈട്രേറ്റ്. ഏതാണ്, സിൽവർ നൈട്രേറ്റ്. 10th question is, in flash method of sterilization the temperature used is, flash method യൂസ് ചെയ്യുന്ന, ഫ്ലാഷ് മെത്തേഡ് സ്റ്റെറിലൈസേഷനിൽ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ. ഓപ്ഷൻ എ 63 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്, ബി 72 ഡിഗ്രി സെൽഷ്യസ് ഫോർ 20 സെക്കൻഡ്സ്, സി 80 ഡിഗ്രി സെൽഷ്യസ് ഫോർ 20 സെക്കൻഡ്സ് ആൻഡ് ഡി 56 ഡിഗ്രി സെൽഷ്യസ് ഫോർ 20 മിനിറ്റ്. The answer is option B 72 degree Celsius for 20 seconds. ഈ ഫ്ലാഷ് മെത്തേഡ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് ഏതിനകത്ത് ഉൾപ്പെടുന്നതാണ്, പാസ്ചറൈസേഷൻ അകത്ത് വരുന്നതാണ്. പാസ്ചറൈസേഷൻ ഏതിൽ വരുന്നതാണ്, നമ്മുടെ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ് ഏത്, പാസ്ചറൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ഏത്, പാസ്ചറൈസേഷൻ മെത്തേഡ്. ഹിയർ we have two methods of pasteurization which are flash method and holder method. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഫ്ലാഷ് മെത്തേഡ് ആയിരുന്നു. ഈ ഫ്ലാഷ് മെത്തേഡ്, അതായത് പാസ്ചറൈസേഷൻ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്, മിൽക്ക് സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ് അല്ലേ. അപ്പോൾ ഫ്ലാഷ് മെത്തേഡിൽ എന്താണ്, എത്ര ടെമ്പറേച്ചറും ടൈമും ആണ് കൊടുക്കുന്നത്, ദ മിൽക്ക് ഈസ് എക്സ്പോസ്ഡ് ടു ഹീറ്റ് അറ്റ് 72 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 to 20 seconds followed by a sudden cooling to 13 degree Celsius or lower. പക്ഷെ ഹോൾഡർ മെത്തേഡിലാണെങ്കിലോ
Milk is exposed to a temperature of 63 degrees Celsius for 30 minutes, followed by cooling to 13 degrees Celsius or lower, but not less than 6 degrees Celsius. This is about pasteurization. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്ത് ക്ലാസ്സുകൾ കേൾക്കുക, പ്രീവിയസ് ക്ലാസ്സുകളും വീണ്ടും വീണ്ടും കേട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാം. തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ JLAയുടെ ക്ലാസ്സുമായി കെമിസ്ട്രി ടിപ്സ് നിങ്ങളിലേക്ക് വരുന്നതാണ്. എനിവേ, താങ്ക് യു, ഗുഡ് ബൈ.